പ്രിയമുള്ള പ്രേക്ഷകരെ, ദൈവം സൃഷ്ടിച്ച ഏറ്റവും മനോഹരമായ സൃഷ്ടിയാണ് കുടുംബം. ആ കുടുംബത്തിന്റെ അടിസ്ഥാനം സ്നേഹമാണ്. പണത്തിനു മേലെ പരുന്തും പറക്കില്ല എന്ന പഴഞ്ചൊല്ലിന്റെ ആവർത്തനം എന്നോണം ഈ സ്നേഹത്തിന്റെ കൂടാരങ്ങൾ പലപ്പോഴും ശിഥിലമായി കൊണ്ടിരിക്കുന്നു. അത്തരം അഭിനവ യാഥാർത്ഥ്യങ്ങളുടെ നേരെ വിരൽ ചൂണ്ടുന്ന ഒരു ചെറു നാടകമാണ് ഇതിലെ കാഴ്ചകളും സംഭാഷണങ്ങളും. ഒന്നും പുതുമയുള്ളതല്ല, ചില പതിവ് യാഥാർത്ഥ്യങ്ങൾ മാത്രം. വിനയപൂർവ്വം ആരംഭിക്കട്ടെ. SMC തിയേറ്റേഴ്സ് അവതരിപ്പിക്കുന്ന രണ്ടാമത് നാടകം അവറാച്ചന്റെ പറുദീസ. വാനു കവലയ കവലയ ആ ആ ആ ആ ഇങ്ങനെ ചെയ്യണം, മനസ്സിലായ? ഫോണിങ്ങട് ചെയ്യേ, പോ ചെയ്യ് ചെയ്യ് ചെയ്യ്. 3, 2, 1. വാനു കവലയ കവലയ. എടി, കുറച്ച് ചിരിച്ച എനർജിയോടെ കളിക്ക്. ആൾക്കാരൊക്കെ ലൈക്ക് ചെയ്യേണ്ടതല്ലേ? അമ്മ എനിക്ക് റീൽസ് എടുക്കണ്ട. എടി, ഓൾറെഡി നമ്മൾ പോസ്റ്റ് ഇട്ട് 3 ദിവസമായി. എല്ലാ ദിവസവും പോസ്റ്റ് ഇട്ടാലേ ഫോളോവേഴ്സ് കൊടുത്തുള്ളൂ. ചുമ്മാ ചെണങ്ങാ ചെയ്തേ. അല്ല, അമ്മയോട് റീൽസ് എടുത്ത് കഴിഞ്ഞില്ലേ? എവിടെന്ന്? അതിന് അവള് വല്ലതും ചെയ്തിട്ട് വേണ്ടേ? ഒരു ഇൻട്രസ്റ്റ് ഇല്ലാതെ അവളിവിടെ നിൽക്കുന്നത്. ഇനി അവൾക്ക് താല്പര്യമില്ല, പിന്നെ നീ എന്തിനാ വെറുതെ ഫോഴ്സ് ചെയ്യുന്നത്? അതെ, ഇന്ന് റീലിട്ടാ നാളെ അവള് സെലിബ്രിറ്റി ആവും, പിന്നെ സിനിമയിൽ ചാൻസ് ഒക്കെ കിട്ടും. എന്റെ ആഗ്രഹങ്ങൾ ചെയ്തു തരാനും ആരും ഇല്ലായിരുന്നു. അറ്റ്ലീസ്റ്റ് അവളെങ്കിലും എന്തെങ്കിലും നേടട്ടെ. അമ്മ ഈ റീൽസ് എല്ലാം ചെയ്യുമ്പോ സ്കൂളിലെ പിള്ളേർ എന്നെ കളിയാക്കുക. എടി, അത് അവർക്ക് അസൂയായിട്ടാ. നീ ഡാൻസിനും പഠിത്തത്തിനും ഒക്കെ ഫസ്റ്റ് ആവുന്ന കണ്ടിട്ട് അവർക്ക് കണ്ണേടിയാ. എടി, നീ അവിടെ ഒന്ന് വെറുതെ വിട്ടെ. വാ പോളെ, നമുക്കൊന്ന് കറങ്ങിട്ട് വരാം. അതെ, എങ്ങോട്ട് കൊണ്ടു അവളെ? അവർക്ക് ഈ റീലൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് 4 മണിക്ക് അബാക്കസ് ക്ലാസ്സിന് പോവാൻ. ആ, ചെയ്യോട്ടെ. എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? ഈസി ആയിരുന്നു. ഈ ക്വസ്റ്റിന് ആൻസർ എന്ത് എഴുതിയേ? ആര്യവിട്ട ലോഞ്ച് ചെയ്ത വർഷം ഏതാ? 1955. 1955. 1975. ഇതാ രാത്രി കൂടി നിന്നെ പഠിപ്പിച്ചതല്ലേ? കഴിഞ്ഞ മിഡ് ടേം എക്സാമിന് ഇതേപോലത്തെ കെയർലെസ് മിസ്റ്റേക്ക് കാരണമാണ് നിനക്ക് സെക്കൻഡ് റാങ്ക് ആയത്. ഇപ്രാവശ്യം ആതിരാണ് ഫസ്റ്റ് റാങ്ക്. നിന്റെ തൊലി പൊട്ടിക്കുന്നത്. മോളെ, നീ വേഗം റെഡിയാണ്. അതിനൊന്നും ജ്യൂസ് ഇല്ലല്ലോ. അതൊന്നും അല്ല, നമ്മളെ ഇന്നൊരു പുതിയ സ്ഥലത്തേക്ക് പോവാ. എവിടെ? അടുത്ത മാസം യുവജനോത്സവം തുടങ്ങുമല്ലേ? ഒരു 2 ഐറ്റത്തിനും കൂടെ പ്രൈസ് മേടിച്ചാ നിനക്ക് കലാതിലകം ആകാൻ പറ്റുന്ന ടീച്ചർ പറഞ്ഞേ. അതുകൊണ്ട് മിമിക്രിക്ക് മോണാക്റ്റും കൂടെ നിന്റെ പേര് ഞാൻ കൊടുത്തു. അമ്മ, എനിക്ക് അതൊന്നും ചെയ്യാൻ അറിഞ്ഞൂടാ. നീ വിചാരിക്കും പോലെ മിമിക്രി ഒന്നും വലിയ പാടുള്ള കാര്യമല്ല. ആദ്യം ഫിഗർ പിടിക്കും, പിന്നെ വോയിസ് മോഡുലേഷൻ. ഞാൻ ഇപ്പൊ കാണിച്ച ഇപ്പൊ സുരേഷ് ഗോപി ആണെങ്കിൽ ജസ്റ്റ് റിമെമ്പർ ദാറ്റ്. ഇത്രേ ഉള്ളൂ, സിമ്പിൾ.
പിന്നെ മോളെവിടെ? അവള് മിമിക്രി ക്ലാസ്സിന് ഒരുക്കുക 9 മണിക്ക് കഴിയും. മിമിക്രി ക്ലാസ്സോ? അല്ല, നിന്റെ ഉദ്ദേശം എന്താണ്? ഞാൻ നമ്മുടെ മോളെ ഒന്ന് മര്യാദയ്ക്ക് കണ്ട് സംസാരിച്ചിട്ടാണ് ദിവസങ്ങളായി. 24 മണിക്കൂർ ഓരോ ക്ലാസ് പറഞ്ഞങ്ങ് വിടും. അതെ, നിങ്ങൾ ഈ കാര്യത്തിൽ തലയിടുന്നു വേണ്ട. എല്ലാ ക്ലാസ്സിലും ഞാൻ തന്നെ അവളെ കൊണ്ടാകുന്ന വിളിച്ചോണ്ട് വരുന്നത്. ഒരു കാര്യം പോലും അറിയാറില്ലല്ലോ. പിന്നെ ഇപ്പോഴത്തെ കാലത്ത് പഠിത്തം കൊണ്ട് മാത്രം രക്ഷപ്പെടാനൊന്നും പോകുന്നില്ല. അതുകൊണ്ട് നമ്മൾ മറ്റു ഫീൽഡിലൊക്കെ ശോഭിക്കണം. ഞാൻ ഇടുന്നതിന്റെ പകുതി എഫേർട്ടെങ്കിലും കൊച്ചിന്റെ കാര്യത്തിൽ കാണിക്കാറുണ്ടോ? ഇല്ലല്ലോ. പിന്നെ കുറ്റം പറയാൻ എല്ലാവർക്കും അറിയാം. എടി, ഞാൻ നിന്നെ കുറ്റം പറഞ്ഞൊന്നും അല്ല. എനിക്ക് ആകെ ഒരു ഓഫുള്ള ഒരു ഞായറാഴ്ച. അന്ന് പോലും എനിക്ക് നിന്റെ കൂടെ നമ്മുടെ മോളുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നില്ല. നീ തന്നെ ഒന്ന് ഓർത്തു നോക്ക്, നമ്മൾ ഒരുമിച്ചൊന്ന് പുറത്തു പോയിട്ട് തന്നെ എത്ര ദിവസമായി. ഏതായാലും 1 മാസം കൂടെ ക്ലാസ് ഉള്ളൂ. യൂത്ത് ഹോസ്റ്റൽ കഴിഞ്ഞാൽ അവളെ വിടണ്ട പോരെ? എങ്ങനെയുണ്ട് മോളെ? മോളൊഴിക്കും. അച്ഛൻ കുറച്ച് കഞ്ഞിയുണ്ടോ, നമ്മൾ കുടിക്കും. എന്തു പറ്റി? എനിക്ക് ഡാൻസ് മിമിക്രി ഒന്നും ഇഷ്ടമില്ല. എനിക്ക് നാളെ കോമ്പറ്റീഷന് പോകണ്ട. പോകണ്ടെങ്കിൽ പോകണ്ട. അല്ലെങ്കിൽ മോളുടെ ഈ കണ്ടീഷൻ നാളെ പോകാൻ പറ്റില്ല. അതാലോചിച്ച് മോള് ടെൻഷൻ അടിക്കണം കേട്ടോ. അമ്മ എന്തായാലും സമ്മതിക്കാൻ തോന്നുന്നില്ല. അച്ഛാ, എനിക്ക് സ്കൂൾ ഫുട്ബോൾ ടീമിൽ സെലക്ഷൻ കിട്ടിയതാ. പക്ഷെ അമ്മ വിളിച്ച് സാറിനോട് എൻ്റെ പേര് കട്ടാക്കാൻ പറഞ്ഞു. എന്നിട്ട് എന്നെ മ്യൂസിക്കിന് ചേർത്തു. വീട്ടിൽ വരുമ്പോ ഫ്രണ്ട്സിൻ്റെ കൂടെ കളിക്കാൻ പറ്റൂല, അച്ഛൻ്റെ കൂടെ പുറത്തു പോകാൻ പറ്റൂല. എൻ്റെ ഫ്രണ്ട്സെല്ലാം സൺഡേ ബീച്ചിലും മാളിലെല്ലാം പോകുമ്പോ ഞാൻ മാത്രം അച്ഛൻ എനിക്കിതൊന്നും വേണ്ട. മോളെ, ഭാഗ്യം, പനി കുറവുണ്ട്. മോളൊരു 1/2 മണിക്കൂർ റെസ്റ്റ് എടുക്കുക. എന്നിട്ടേ നമുക്ക് നാളത്തെ മോണാക്ട് ഒരു പ്രാവശ്യം കൂടെ പ്രാക്ടീസ് ചെയ്യാം. നിനക്ക് എന്തിന്റെ കുഴപ്പമാണ്? പയ്യാതെ നടക്കുന്ന ഈ കൊച്ചിനെ നിനക്ക് പ്രാക്ടീസ് ചെയ്യിപ്പിക്കണം. ഇവിടെ ഒരു മോണോ ആക്ട്. നിനക്ക് കുറച്ചെങ്കിലും മനസാക്ഷിയുണ്ടോ? കുഞ്ഞുനാളിൽ നിനക്കാവാൻ പറ്റാത്തൊക്കെ എവിടെ ആക്കാൻ ശ്രമിക്കുമ്പോൾ അതൊക്കെ ഇവർക്ക് കൂടി ഇഷ്ടമാണോ ആദ്യം ചോദിച്ച് മനസ്സിലാക്കി. ഞാൻ അവളുടെ നല്ലതിന് വേണ്ടിയിട്ടല്ലേ ഇതൊക്കെ ചെയ്യുന്നേ. അവൾ നന്നാവണമെന്ന് ആഗ്രഹിക്കുന്നതിന് തെറ്റില്ല. പക്ഷെ അത് അവളെ ശ്വാസം പൊട്ടിച്ചോണ്ടാവരുത്. അവളെ കലാതിലേക്ക് പോകുമ്പോഴും റീൽസൊക്കെ കുറെ ലൈക്ക് കിട്ടുമ്പോഴൊക്കെ നിനക്ക് അഭിമാനമായിരിക്കും. പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ അവർക്ക് എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത് മനസ്സിലാക്കുക. അവർക്ക് ഈ മോണോ ആക്ട്, പാട്ട്, മിമിക്രി ഒന്നും ഇഷ്ടമല്ല. അതുകൊണ്ട് ഇനി മേല അവളത് ചെയ്യാൻ നിർബന്ധിക്കരുത്. ഇനി അവർക്ക് എന്താണോ ഇഷ്ടം അത് മാത്രം അവൾ പഠിച്ചാൽ മതി. എടീ, നീ എന്നോട് നാട്ടിലേക്ക് വരുന്നുണ്ടോ? ഇല്ല, നിങ്ങൾ തന്നെ പോയാൽ മതി. ഞാൻ എന്തായാലും പോവാണ്. എന്തിനാ ഇത്ര പെട്ടെന്ന് നാട്ടിലേക്ക് പോകുന്നത്? ഇത്ര പെട്ടെന്നോ? എടി, 5 കൊല്ലമായി ഞാൻ വീട്ടിൽ നിന്ന് പോന്നിട്ട്. അത് പിന്നെ അമ്മച്ചി അതിനെ എത്ര വട്ടം വിളിച്ചോന്നറിയോ? അപ്പൻ എന്നോട് മിണ്ടിയിട്ട് പോലുമില്ല.
എനിക്ക് എന്തായാലും ഒന്ന് പോകണം, എല്ലാവരോടും ഒന്ന് സംസാരിക്കണം. ഓ, ഞാൻ കാരണമായിരിക്കും അപ്പം നിങ്ങളോട് മിണ്ടാത്തത്. അതെ, അത് തന്നെയാണ് കാരണം. ഹോ, രണ്ടുപേരും വീണ്ടും തുടങ്ങി. ഒന്ന് നിർത്തിക്കൂടെ? എന്നാ പിന്നെ നിങ്ങൾ പോയിക്കോ, ഞാൻ വരുന്നില്ല. എന്നിട്ട് അവിടെ തന്നെ അങ്ങ് നിന്നോ. എടീ, എന്റെ മക്കളെ ഓർത്ത് മാത്രമാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. നിന്റെ ഓരോ കാര്യങ്ങൾ കണ്ടാലേ തലയ്ക്ക് ഭ്രാന്ത് പിടിക്കും. ഞാൻ എന്താ ചെയ്തത്? നീ എന്താ ചെയ്തേന്നോ? നമ്മുടെ മോളോട് നീ എന്താ ചെയ്തത്? അവളെ കലാതിലകമാക്കാൻ പോയിട്ട് ഇപ്പൊ എന്തായി? എന്റെ കൊച്ചിന് ഡിപ്രഷൻ വരെ ആയില്ലേ? അതിപ്പോ എന്റെ മാത്രം കുറ്റാണോ? പിന്നെ ഇത് ആരുടെ കുറ്റമാണ്? നിഷ, ഇത് പറഞ്ഞ് ഞാൻ വഴക്കിടുന്നില്ല. പിള്ളേരുടെ ഉള്ള മനസ്സമാധാനം കൂടി പോകും. അതാ നല്ലത്. നീ പോരുന്നുണ്ടെങ്കിൽ പറ, ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്യാം. പ്ലീസ് മമ്മി, നമുക്കും കൂടെ പോകാം. നിങ്ങൾ മിണ്ടരുത്. ഞാനും വരുന്നില്ല, ഇവരും വരുന്നില്ല. നിങ്ങൾ തന്നെ അങ്ങ് പോയാൽ മതി. നീ വെറുതെ വാശി പിടിക്കല്ലേ നിഷ? ഞാൻ നിങ്ങളോട് മലയാളത്തിലല്ലേ മനുഷ്യ പറഞ്ഞത് വരുന്നില്ല എന്ന്? മര്യാദയ്ക്ക് സംസാരിക്കണം. ഒത്തിരി നാളായി ഞാൻ സഹിക്കുന്നു. എല്ലാത്തിനും ഒരു പരിധിയുണ്ട്. നിങ്ങൾ എന്നെ പേടിപ്പിക്കാണോ? നിന്നെ പേടിപ്പിക്കാനോ? ഇനി നമ്മുടെ മോൾക്ക് ഈ അവസ്ഥയായിട്ട് പോലും നിനക്കൊരു വിഷമമില്ല. ആ നിന്നെ ഞാനെന്ത് പേടിപ്പിക്കാൻ? അല്പം മനുഷ്യത്വം വേണോടി. അത് നിനക്കില്ല. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. നീ വരുന്നുണ്ടെങ്കിൽ പറ, ഞാൻ എന്തായാലും മറ്റന്നാൾ പോകും. എന്നാ പോയിക്കോ, എന്നിട്ട് അവിടെ തന്നെ നിന്നോ. അതേടി, അത് തന്നെയാ സംഭവിക്കാൻ പോകുന്നത്. ഓ, എന്നാ പോയിക്കോ. ആ, അത് ഞാൻ തീരുമാനിച്ചോളാം. ഈ കുന്ത്രാണ്ടത്തിലെ നമ്പറൊക്കെ എവിടെ കൊണ്ട് വെച്ചേക്കുവാണോ? സമയത്ത് നോക്കിയാൽ ഒന്നും കിട്ടില്ല. ഓ, ആ കിട്ടി. ഹലോ, എടാ രാജുവേ, എടാ നല്ല പോത്തുണ്ടോടാ? അയ്യോ, ആര്? അച്ഛനോ? അയ്യോ സോറി അച്ഛാ, മാറിപ്പോയതാ. ഓ, കണ്ണൊന്നും പിടിക്കുന്നില്ല അച്ചോ. ആ, ഞാൻ ആ പോത്ത് രാജുവിനെ വിളിച്ചതാ. ക്ഷമിക്കച്ചോ, അറിയാതെ പറ്റിപ്പോയതാ. ഹോ, ഇത് എന്നാ കുന്തമാ. ഇറച്ചി വെട്ടുകാരെ വിളിച്ച അച്ഛനെ കിട്ടും, അച്ഛനെ വിളിച്ച പോസ്റ്റ്മാനെ കിട്ടും. എന്തൊരു കഷ്ടമാണോ ഇത്. ഒന്നുകൂടെ നോക്കാം. എടാ രാജു ആണോടാ? ആ, എടാ നല്ല പോത്തുണ്ടോടാ? എന്നാ വിലയാടാ? ഓ, വിശേഷമോ? ആ തോമസ് കുട്ടിയും പിള്ളേരും ഒക്കെ ഇന്ന് എത്തും. 3-4 വർഷം കൂടി വരുന്നതല്ലേ, ഒന്ന് ആഘോഷിച്ചേക്കാന്ന് കരുതിയടാ. എടാ നല്ല പോത്താണോടാ? ആ, എന്നാ ഒരു 4 കിലോ കൊടുത്തു വിട്ടേരെ. പൈസ ഞാനങ്ങ് കൊടുത്തു വിട്ടേക്കാം. എന്നാ ശരിടാ. ഇതാരായി രാവിലെ തന്നെ? എന്നാ പറ്റിയിട്ട് നിനക്ക്? ഒന്നും പറയണ്ട. പള്ളിയുടെ മുറ്റത്ത് മൊത്തം പുല്ലല്ലേ. മഴയത്ത് നനഞ്ഞു കിടന്നത് കൊണ്ട് കാലൊന്ന് തെന്നി. എന്നിട്ട് വല്ലതും പറ്റിയോടി? ഭാഗ്യത്തിന് ദൈവം സഹായിച്ച് നടുവിടിച്ച് വീണില്ല. ആ, ലക്ഷ്മി വന്നില്ലേ ഇതുവരെ? ഇല്ല. ആ, ചൂട് വല്ലതും പിടിക്കണമെങ്കിൽ ഞാൻ വരാം. വേണ്ട, ഞാൻ കുറച്ച് കുഴമ്പെടുത്ത് തേച്ചോളാം. വലിയ പ്രശ്നമൊന്നും ഇല്ല. ആ, തോമസ് കുട്ടി വിളിച്ചായിരുന്നോ? അവരെവിടെ എത്തിയോ ആവോ? അവനല്ലല്ലോ എന്നെ ഒന്നും വിളിക്കത്തില്ലല്ലോ, നിന്നോടല്ലേ പറഞ്ഞത്. എന്തിനാ നിങ്ങൾ എപ്പോഴും അതൊക്കെ പറഞ്ഞ് അവനെ വേദനിപ്പിക്കുന്നത്? അവനൊരു തെറ്റ് സംഭവിച്ചു പോയി. അതിനിങ്ങനെ എപ്പോഴും അവനെ കുറ്റപ്പെടുത്തണോ? കുറ്റപ്പെടുത്തിയതല്ലടി, നമുക്കവൻ ഒറ്റ മകനല്ലേ ഉണ്ടായിരുന്നുള്ളൂ. എന്തൊക്കെ സ്വപ്നം കണ്ടതാ അവനെ കുറിച്ച്. എന്നിട്ടിപ്പോ പുതിയ തലമുറയിലെ പിള്ളേരാകുമ്പോ എപ്പോഴും വീട്ടിൽ വന്ന് നിൽക്കാൻ പറ്റുമോ?
നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ അങ്ങ് ജീവിച്ചു പോകാന്നേ. എടി, നമ്മളിൽ ഒരാൾ പോയാൽ പിന്നെ നീ അത് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ അന്നാമ്മേ? തെക്കേലെ കൊച്ചു വെറുതെ ചേട്ടൻ കഴിഞ്ഞ ആഴ്ച മരിച്ചപ്പോ കണ്ടത് 4 ദിവസം കഴിഞ്ഞ. മക്കളൊക്കെ പുറത്താ. വളർത്തി വലുതാക്കിയ അപ്പൻ ചത്തു ചീഞ്ഞു കിടന്നിട്ടും ഒരു മനുഷ്യക്കുഞ്ഞു പോലും അറിഞ്ഞില്ല. ഒരാഴ്ചക്കിടയിൽ അവരൊന്ന് അന്വേഷിച്ചു പോലും ഇല്ലെന്ന്. ലക്ഷ്മി, എന്താ വരാൻ താമസിച്ചത്? കൊച്ചിനെയും കൊണ്ട് ആശുപത്രിയിൽ പോയതാ ചേച്ചി. എന്തു പറ്റി? പനി വല്ലതും ആണോ? ഇന്നലെ അയാൾ വീണ്ടും വീട്ടിൽ വന്നു ചേച്ചി. എന്നെ അയാൾ തല്ലുന്നത് കണ്ട് കൊച്ചു പോയി അയാളെ പിടിച്ചു. അയാളതിനെ ചവിട്ടി. കൊച്ചു തെറിച്ചു പോയി. എൻ്റെ കൊച്ചിൻ്റെ കൈവിരൽ ഒടിഞ്ഞു പോയി ചേച്ചി. എന്തൊരു ക്രൂരതയാണ് അവൻ കാണിക്കുന്നത്. അവനെതിരെ ഒരു കേസ് കൊടുത്തുകൂടെ നിനക്ക്? എനിക്ക് പേടിയാ ചേച്ചി. ആരാ എനിക്കുള്ളത്? അയാൾ എന്നെ എൻ്റെ കൊച്ചിനെ കൊന്നുകളെ. ലക്ഷ്മി വിഷമിക്കാതെ, ഞാൻ ജിസമോളോട് പറയാം. അവൾ എന്തേലും ഒരു വഴി കാണും. ചേച്ചി, എനിക്കൊരു സഹായം ചെയ്യാമോ? സിസ്റ്ററിനോട് പറഞ്ഞ് എൻ്റെ കൊച്ചിനെ അവരുടെ അനാഥാലയത്തിൽ ചേർക്കാമോ? ഇങ്ങനെ കിടന്ന് നരകിക്കുന്നതിലും ഭേദം പിന്നെ ഞാൻ എവിടെയെങ്കിലും പോയി ചത്തോളാം. ലക്ഷ്മി ചെല്ല്. അത്യാവശ്യം പണിയൊക്കെ തീർത്തിട്ട് നേരത്തെ പൊക്കോ. ബാക്കിയൊക്കെ ഞാൻ ചെയ്തോളാം. അവര് വരുന്നോണ്ടാ കേട്ടോ. എന്ത് പറ്റിയടി അവക്ക്? അവൻ വീണ്ടും പ്രശ്നം ഉണ്ടാക്കുവാണോ? പാവം കൊച്ച്. അതിനെയും കൊണ്ട് അവൾ ഒറ്റയ്ക്ക് എന്നാ ചെയ്യാനാ? പറയുന്നതൊക്കെ ഞാൻ കേട്ടു. ഇതാ, ഇത് ലക്ഷ്മിക്ക് കൊടുത്താരേ. ആശുപത്രി ചെലവനാന്ന് പറഞ്ഞാൽ മതി. വർക്കിച്ചേട്ടോ, ഇതാ പോത്ത് കൊണ്ടുവന്നിരിക്കുന്നു. നല്ല കിടിലം പോത്താ. വാവച്ചനോ? നീ മീൻ കച്ചവടം നിർത്തി ഇപ്പൊ പോത്ത് കച്ചവടം തുടങ്ങിയോ? ഓ, ഞായറാഴ്ച മാത്രം പോത്ത്, ബാക്കി ദിവസം മീനാന്നേ. പോത്താണെങ്കിൽ പള്ളിപ്പോക്ക് മുടങ്ങത്തില്ല. പിന്നെ തോമസ് കുട്ടി ചേട്ടനൊക്കെ എന്നാ വരുന്നത്? ഇന്ന് ഉച്ചയ്ക്ക് മുമ്പ് വരുമെന്നാ പറഞ്ഞത്. എന്നാലും നിങ്ങൾ ഭാഗ്യമുള്ളവരാ. എന്താ ഒരു കുറവ്? തോമസ് കുട്ടി ചേട്ടന് നല്ല ജോലി, ഒരു മകളാണെ കന്യാസ്ത്രീ. ജീവിതം ആഘോഷിക്കാൻ ഇനി എന്ത് വേണം? ഒരു കണക്കിന് പൈസ ഉണ്ടാകാതിരിക്കുന്നതാണോ നല്ലത്? എന്നാ ഒക്കെ പറഞ്ഞാലും പൈസയ്ക്ക് പൈസ തന്നെ വേണം വർക്കിച്ചേട്ടാ. നാളെ നല്ല മീൻ വല്ലതും ഉണ്ടെങ്കിൽ കൊണ്ടുവന്നേക്കണം. നല്ല ആലപ്പുഴ കരിമീൻ വരുന്നുണ്ട്, കൊണ്ടുവരട്ടെ? താൻ കൊണ്ടുപോടൂ. പിള്ളേരൊക്കെ വരുന്നതല്ലേ, കുറച്ച് നല്ല മീനായിക്കോട്ടെ. എന്നാ പോയിട്ട് വരാം വർക്കിച്ചേട്ടാ. ഇനി വീട്ടിൽ ചെന്നിട്ട് പിള്ളേർക്ക് കറി വെച്ച് കൊടുക്കണം. എന്റെ ഇറച്ചിക്കറി വീട്ടിൽ ഫേമസാ. പെമ്പർ നോത്തിക്ക് വലിയ ഇഷ്ടമാ. എന്നാ ശരി വർക്കിച്ചേട്ടാ. തോമസ് കുട്ടി ചേട്ടൻ വരുമ്പോ അന്വേഷിച്ചെന്ന് പറയണേ. അന്നമ്മേ, എടിയാ വാക്കത്തി ഇങ്ങെടുത്തേ. ഞാൻ 2 വാഴയില വെട്ടിക്കൊണ്ട് വരട്ടെ. ഉച്ചയ്ക്ക് നമുക്കൊരു സദ്യ കൊടുക്കാം. പിള്ളേർക്കൊക്കെ അതൊരു വലിയ സന്തോഷമായിരിക്കും. അവര് വാഴയിലിട്ടൊന്നും തിന്നുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവിടെ വളർന്ന പിള്ളേരല്ലേ, നിങ്ങൾ വെറുതെ കഷ്ടപ്പെടാനായിട്ട്. എടി, പിള്ളേർക്കത് ഇഷ്ടമില്ലെങ്കിലും അവനത് വലിയ ഇഷ്ടമാണ്. നിനക്കറിയാമല്ലേ, പണ്ട് ഉച്ചയ്ക്ക് സ്കൂളിൽ പോകുമ്പോൾ പൊതി കെട്ടിക്കൊണ്ടുപോകാൻ അവന് വലിയ സന്തോഷമായിരുന്നു. വൈകുന്നേരം തിരിച്ചു വന്ന് നീ പൊതിഞ്ഞു കെട്ടിക്കൊടുത്ത ഇലപ്പൊതിച്ചോറിൻ്റെ അകത്തെ മുട്ടയുടെ മണത്തെക്കുറിച്ചൊക്കെ പറയുന്നത് ഓർമ്മയുണ്ടോടി? എന്നാ നിങ്ങൾ ചെന്ന് വേഗം വെട്ടിക്കൊണ്ടവാ. പപ്പടം തീർന്നു പോയി കേട്ടോ, അതും കൂടി വാങ്ങിച്ചോണ്ട് വരണേ. ആദ്യം ഞാൻ പോയി ഇല വെട്ടിയിട്ട് വരാം, നീ ചെല്ല്. പിന്നെ ലക്ഷ്മിയെ നേരത്തെ വീട്ടിൽ വിട്ടാലേ. ഞാനിപ്പോൾ വരാം. എടി, ഇതങ്ങ് എടുത്തു വെച്ചോ. അവൻ വിളിച്ചോടി. ഇതുവരെ ഇല്ല. നിങ്ങൾ വന്ന് ചോറ് കഴിക്കേ. പ്രഷറും ഷുഗറും ഒക്കെ ഉള്ളതല്ലേ. നേരെ 2 മണിയാവുന്നു. മരുന്ന് കഴിക്കാനുള്ളതല്ലേ, അവർ വന്നോളൂ. വേണ്ടടി, അവൻ കൂടി വന്നിട്ട് കഴിക്കാം. പിള്ളേരുടെയൊക്കെ കൂടെ ഇരുന്ന് കഴിച്ചിട്ട്
എത്ര കാലമാടി. ആ, ഞാനൊന്ന് പോയി മേല് നനച്ചിട്ട് വരാം. ആ എന്നാ ഞാനങ്ങ് ചെല്ലട്ടെ. പുറത്താരോ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. അവരാണോ? അവരാന്നാ തോന്നുന്നേ. നിങ്ങൾ മുഖം വീർപ്പിച്ച് നിൽക്കാതെ അവനോട് അവളോട് മിണ്ടണം കേട്ടോ. പിള്ളേരെ കാണാൻ കൊതിയാവുന്നു. ഞാനേ ലക്ഷ്മിയോട് കുടിക്കാൻ എടുക്കാൻ പറഞ്ഞിട്ട് വരാം. ആ, വന്നോ? തിരുവനന്തപുരത്താണോടാ വന്ന? അതെ, കുറച്ച് ലേറ്റായി. ആ എടാ തോമസ് കുട്ടി, നീ വന്നോടാ. എടാ അവളും പിള്ളേരും ഒക്കെ എന്തിയടാ? അവൾക്കെന്തോ ലീവ് എടുക്കാൻ പറ്റിയില്ലാന്ന്. അവളില്ലാതെ പിള്ളേർ വരില്ല. പിന്നെ ഞാനും നിർബന്ധിച്ചില്ല. അവർക്കിവിടെ ഒന്നും സെറ്റാകത്തില്ല. എന്നാലും കഷ്ടമായി പോയി. ആ നീ വാ, വന്ന് ചോറ് കഴിക്കേ. ഞാൻ വന്നപ്പോൾ പുറത്തുനിന്ന് കഴിച്ചു. എനിക്ക് ഭക്ഷണം കൃത്യസമയത്ത് കഴിച്ചില്ലെങ്കിൽ ഉറക്കം ശരിയാവില്ല. ഞാനൊന്ന് കിടക്കട്ടെ. അന്നമ്മോ, വിളമ്പ് വെച്ചതൊന്നും തിരിച്ചെടുത്ത് വെക്കണ്ട. ഞാൻ കഴിക്കാൻ വരുവാ. നല്ല വിശപ്പുണ്ട് എനിക്ക്. അവൻ എന്നാ പറ്റി? അവനെന്താ ഇങ്ങനെ? മക്കൾ വലുതാകുമ്പോ അപ്പനമ്മമാർ അവരിൽ നിന്നൊന്നും പ്രതീക്ഷിക്കരുത്. അതാണടി പുതിയ ലോകത്തിന്റെ പാഠം. ബൈബിളിൽ ഒരു കഥ പറയുന്നുണ്ട്. വിളിച്ചവർ വരാതിരുന്നപ്പോ വിളിക്കപ്പെടാത്തവരെ കൂടെ ഇരുത്തി വിരുന്നു കൊടുത്ത ഒരു കഥ. അകത്തുപോയി പാത്രം എടുത്തു വെക്ക്. 1 അല്ല 3. അവൻ വരുന്നില്ലെന്നല്ലേ പറഞ്ഞത്? പിന്നെ ആർക്കാ? 3 വേണം. അവളെയും കൂടി വിളിക്ക, ലക്ഷ്മിയെ. അല്ലെങ്കിൽ നമ്മൾ ഒറ്റയ്ക്കായി പോകും അന്നാമ്മേ. എടി ലക്ഷ്മി, എവിടെയാണ് നീ? ആരാടാ അത്? ഓ, നീയോ? എന്താടാ കാര്യം? നീ എന്തിനാടാ ലക്ഷ്മിയെ അടിച്ചത്? നിന്നെ ഒന്ന് കാണണമെന്ന് കരുതിയിരിക്കുകയായിരുന്നു ഞാൻ. നീ നല്ലവണ്ണം വലിച്ചു കയറ്റിയിട്ടുണ്ടല്ലോ. ഇപ്പൊ നീ വന്ന കാര്യം പറ. എനിക്ക് കുറച്ച് കാശ് വേണം. അതെന്തിനാ? അതെന്റെ കൊച്ചിന് മരുന്ന് വാങ്ങാനാ. അത് ഞാൻ ലക്ഷ്മിക്ക് കൊടുത്തോളാം. എന്റെ കെട്ടിയോളാ ഇവിടെ ജോലി ചെയ്യുന്നത്. അവളുടെ ശമ്പളത്തിന് ഞാനും കൂടെ അർഹനാ. ഇപ്പൊ നീ പോ. എങ്ങനെ? നീ എന്റെ കയ്യിൽ നിന്ന് മേടിക്കും. അയ്യോ, ഇപ്പൊ എന്താ ഉണ്ടായേ? നിനക്കൊരെണ്ണം തരണമെന്ന് കരുതിയിരിക്കുകയായിരുന്നു ഞാൻ. എന്നെ അടിക്കണ്ട ചേട്ടാ. ഒന്ന് ഉപദേശിച്ചു വിട്ടാ മതി, ഞാൻ നന്നായിക്കോളും. കിട്ടേണ്ടത് കിട്ടിയപ്പോ പുരുഷന് സമാനായി. ചാച്ചാ, എന്നാ ഉറങ്ങുവാണോ? ആ മോളോ? ആ ജിസ്മി മോളെ, നീ എന്താ ഒന്നും പറയാതെ ഇങ്ങോട്ട്? എനിക്കെന്താ, എന്റെ വീട്ടിൽ വന്നുകൂടെ? കർത്താവിനെ കെട്ടിച്ചു കൊടുത്തെങ്കിലും ഇതിപ്പോഴും എന്റെ വീട് തന്നെയാണ്. എവിടെ എന്റെ ചേട്ടൻ? നേരിട്ട് കണ്ടാലെങ്കിലും ഓർമ്മയുണ്ടായെന്ന് നോക്കട്ടെ. എവിടെ? അതൊന്നും പറയണ്ട മോളെ. അവരെല്ലാവരും കൂടി വരുമെന്നും പറഞ്ഞ് ചാച്ചൻ ആഴ്ചകൾക്ക് മുമ്പേ തുടങ്ങി ഒരുക്കവാ. വലിയ സന്തോഷമായിരുന്നു. പക്ഷെ അവൻ മാത്രമേ വന്നുള്ളൂ. വന്നതും എന്തൊക്കെയോ മാറ്റം. അവൻ പഴയതുപോലൊന്നും അല്ല മോളെ. ചാച്ചന് വലിയ വിഷമമായി. അതൊക്കെ നിങ്ങൾക്ക് തോന്നിയതായിരിക്കും. എവിടെ? ഞാൻ ചോദിക്കാമല്ലോ അവനോട്. അവൻ വന്നു, അകത്ത് കയറി, പിന്നെ മുറി കയറിയിരുന്നു.
പിന്നെ ഇപ്പോൾ ഇതേ എങ്ങോട്ടും ഇറങ്ങിപ്പോയി. മോളെ, ശരിക്കും അവനെന്തോ പ്രശ്നമുണ്ട്. എനിക്ക് തോന്നുന്നത് പണ്ടത്തെ പ്രശ്നം കാരണം ചിലപ്പോൾ നിങ്ങളെ ഫേസ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവും. അങ്ങനെയല്ല മോളെ, എനിക്കെന്തോ പേടിയാകുന്നു. മോള് വല്ലതും കഴിച്ചോ? ഓഹോ, ഇവിടെ അമ്മയുടെ കൈ കൊണ്ടുണ്ടാക്കിയത് കഴിക്കാൻ വേണ്ടിയാണ് മഠത്തിലെ ഫീസ്റ്റ് പോലും വേണ്ടാന്ന് വെച്ച് വന്നത്. നല്ല വിശപ്പ്. എന്നതാ ഉള്ള കഴിക്കാൻ? എല്ലാം ഉണ്ട് മോളെ. ഉണ്ടാക്കി വെച്ചതൊന്നും ആരും കഴിക്കാനില്ലാഞ്ഞിട്ട് ഞാൻ അത് ലക്ഷ്മിക്ക് എടുത്തു കൊടുത്തു. പാവം, അവളുടെ കൊച്ചിന്റെ കൈ അവൻ തല്ലി ഒടിച്ചു. നിന്റെ ഓർഫനേജിലെങ്ങാനും ആ കൊച്ചിനെ നിർത്താൻ പറ്റുമോ എന്ന് ചോദിക്കാൻ പറഞ്ഞു. അതൊക്കെ നമുക്ക് പിന്നെ പറയാം. വേഗം എനിക്ക് ഫുഡ് എടുത്തേ. എന്നതാ സ്പെഷ്യല്? നീ വാ, എല്ലാം തിന്ന് തീർത്തിട്ടേ നിന്നെ ഞാൻ വിടൂ. ഹലോ, അതെ അതെ അതെ. ഇടത്തോട്ട് തിരിയുമ്പോൾ 4ാമത്തെ വീട്. അത് തന്നെ. നീല പെയിന്റ് അടിച്ച വീട്. അത് തന്നെ. അകത്തേക്ക് പോന്നോളൂ, ഞാനിവിടെ ഉണ്ട്. ചേട്ടായി വന്നോ? ഞാൻ അറിഞ്ഞില്ല, അകത്തായിരുന്നു. നിന്റെ വക്കീൽ പണിയൊക്കെ എങ്ങനെ പോകുന്നു? അത് പാസ്സായെന്നല്ലേ ഉള്ളൂ. പിള്ളേരുടെ കൂടെയാണ് എപ്പോഴും. ആ ഓർഫനേജുമായി ബന്ധപ്പെട്ട് കുറെ കേസൊക്കെ ഉണ്ട്. അതാണ് ഇപ്പോഴത്തെ പണി. ഇപ്പോ അച്ഛന്മാർക്കും കന്യാസിമാർക്കും ഇതാണല്ലോ പണി. ചേട്ടായി എന്താ അങ്ങനെയൊക്കെ പറയുന്നേ? നേരത്തെ പള്ളിയിൽ നിന്ന് ഇറങ്ങാത്ത ആളായിരുന്നല്ലോ. അതൊക്കെ അന്ന്. ഇപ്പോ വിവരം വെച്ചപ്പോഴാണ് മനസ്സിലായത് ഇതൊക്കെ വെറും തട്ടിപ്പാണെന്ന്. അതെന്നാ ചേട്ടായി അങ്ങനെ പറഞ്ഞത്? പള്ളിയിൽ വെച്ച് കല്യാണം നടത്താൻ എല്ലാരും പറഞ്ഞതല്ലേ? അതങ്ങനെയാ, ഓരോരുത്തർക്കും സ്വന്തം കാര്യം വരുമ്പോഴല്ലേ അറിയൂ. ചേട്ടായി എന്താ ഇപ്പൊ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? ഇതുവരെ ഇങ്ങനെയൊന്നും അല്ലല്ലോ. നീ ആദ്യം പോയി ക്രിസ്ത്യാനികളെ നന്നാക്കാൻ നോക്ക്, ഇങ്ങോട്ട് വേണ്ട. അതെന്താ? ചേട്ടായി ക്രിസ്ത്യാനിയല്ലേ? ഇപ്പൊ അല്ലെന്ന് തന്നെ കൂട്ടിക്കോ. നീ എന്നെ വർത്താനാണ് ഈ പറയുന്നത്? ദേവദോഷം പറയരുത്, വായി തോന്നുന്നതെല്ലാം പറയുക. ഒരു മതം മാത്രമല്ലല്ലോ ഈ ലോകത്തുള്ളത്. ആരാ? രജിസ്റ്റർ ഓഫീസിൽ നിന്നാ. ഈ സാറ് പറഞ്ഞിട്ട് വന്നതാ. ഇതെന്നാ ചേട്ടായി കാണിക്കുന്നേ? നീ എന്താടാ ഇവിടെ വല്ല കച്ചവടം നടത്തുന്നുണ്ടോ? ചാച്ചൻ അറിയാത്ത എന്ത് കച്ചവടമാണ് ഇവിടെ നടക്കുന്നത്? വയസ്സാങ്കാലത്ത് എല്ലാവർക്കും കൂടി വലിയ പുണ്യം മൂത്തിട്ടേ വലിയ കന്യാസ്ത്രീ മഠത്തിൽ എഴുതി കൊടുക്കാതിരിക്കാൻ ഞാനൊരു മുൻകരുതൽ എടുത്തതാ. ചേട്ടായി, നിനക്കെന്താടാ? അവളെ കെട്ടിയപ്പോ നിന്റെ വെളിവ് നഷ്ടപ്പെട്ടോ? വെളിവ് നഷ്ടപ്പെട്ടതേ നിങ്ങൾക്കാ. എല്ലാരും കൂടെ ചേർന്ന് എല്ലാം എഴുതി കൊടുക്കാൻ വേണ്ടിയല്ലേ ഇവളിവിടെ കയറി ഇറങ്ങുന്നത്. നിർത്തടാ നിന്റെ അഹങ്കാരം. ഇത് അവളുടെ കൂടെ വീടാ. ഇവിടെ അവൾ വരണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് നീയല്ല, ഞങ്ങളാ. ഇനി ഞാൻ ഇവിടെ വരുന്നതാണ് പ്രശ്നമെങ്കിൽ ഞാൻ പോകുക. ചാച്ചനും അമ്മയ്ക്കും എന്നെ കാണാൻ തോന്നുമ്പോ അങ്ങോട്ട് വന്നാ മതി. നീ എവിടെ പോകുക? അവിടെ നിൽക്ക്. എവിടെയോ കണ്ട പെണ്ണിനെയും കൂട്ടിക്കൊണ്ടുവന്ന് വീട്ടിൽ കയറിയപ്പോ ഞങ്ങൾ എതിർത്തു. അതിലെന്നതാണ് അവർ തെറ്റ്? ഊരും പേരും അറിയാത്ത അവള് നിന്റെ ജീവിതം മുടക്കുമെന്ന് അറിഞ്ഞിട്ട് തന്നെയാ അന്ന് ഞങ്ങൾ എതിർത്തത്. എന്നിട്ട് നീ എന്താ ചെയ്തത്? അവളെ തന്നെ രജിസ്റ്റർ മാര്യേജ് ചെയ്ത് അവളുടെ കൂടെ നാട് വിട്ടു. എന്നിട്ടെല്ലാം തീർന്നപ്പോ വന്നേക്കുക അപ്പന്റെ സ്വത്തെഴുതി വാങ്ങിക്കാൻ. ചാച്ച വേണ്ട, നിർത്ത്. ഇല്ല മോളെ, ഇനി ഇത് പറയാൻ എനിക്ക് പറ്റിയെന്ന് വരില്ല. കവലയിൽ ചെന്നപ്പോ എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ ഞാൻ വന്നത്. ഇവന്റെ ജോലിയും പോയി, എല്ലാം പോയി. ഇവനെയിട്ട് ചവളും പിള്ളേരും പോയടി. എന്നിട്ട് സ്വത്തെഴുതി വാങ്ങിക്കാൻ വന്നിരിക്കുന്നു. ഞാൻ ഈ കേൾക്കുന്നതൊക്കെ സത്യമാണോ മോനെ? ചേട്ടായി, ഇതെന്താ ഞങ്ങളോട് പറയാതിരുന്നത്? അപ്പോ ഇത്രയും കാലം നീ ഞങ്ങളെ പറഞ്ഞു പറ്റിക്കായിരുന്നല്ലേ? എന്തിനാ മോനെ നീ ഞങ്ങളോടിങ്ങനെ? അവന് നമ്മളെ ഒന്നും വേണ്ടടി. അങ്ങനെ വേണമായിരുന്നെങ്കിൽ അവൻ ഒരു വാക്കെങ്കിലും ഇത്രയും കാലത്തിനിടയ്ക്ക് നമ്മളോട് പറഞ്ഞേനെ. ചാച്ച, നമുക്ക് എങ്ങനെയെങ്കിലും ചേട്ടായിയെ പറഞ്ഞു മനസ്സിലാക്കണം. എന്തു മനസ്സിലാക്കാൻ? ഓരോ തവണ അവൻ ഫോൺ വിളിക്കുമ്പോഴും ഒരു തവണയെങ്കിലും എന്നെ ഒന്ന് അന്വേഷിക്കുകയെങ്കിലും ചെയ്യുമെന്ന് ഞാൻ കരുതി. പക്ഷേ ഇല്ല. പ്രായമാകുമ്പോ അപ്പനമ്മമാരെ കേൾക്കാൻ കൊതിക്കുന്ന ഏറ്റവും സന്തോഷമുള്ള ശബ്ദം തൻ്റെ മക്കളുടെ സ്നേഹമുള്ള ഒരു വിളിയാ. അതുപോലും അവൻ എനിക്ക് തന്നില്ല മോളെ. ചേച്ചി, എന്തോ ചേച്ചി? എഴുന്നേൽക്ക് ചേച്ചി. അയ്യോ സിസ്റ്റർ, ചേച്ചി. അമ്മേ,
അമ്മേ, യാത്രയ്ക്കായിന്ന് പ്രിയജനമേ ഞാൻ പോകുന്നു. മെഴുതിരിയേന്തും മാലാഖ മരണരഥത്തിൽ വന്നെത്തി. ഒടുവിലെ യാത്രയ്ക്കായിന്ന് പ്രിയജനമേ ഞാൻ പോകുന്നു. എടാ തോമസ് കുട്ടി, ഒന്നിങ്ങ് വന്നേ. ഞാൻ ചില കാര്യങ്ങളൊക്കെ അറിഞ്ഞു. അത് സത്യമാണോ എന്ന് എനിക്കറിയില്ല. സത്യമാണെങ്കിൽ അത് ദൈവസന്നിധിയിൽ തെറ്റാണ്. അച്ചോ, എനിക്ക് തെറ്റുകൾ പറ്റിയിട്ടുണ്ട്, അത് ഞാൻ സമ്മതിക്കുന്നു. പക്ഷെ അപ്പോഴത്തെ സാഹചര്യം അങ്ങനെയായിരുന്നു അച്ചോ. അതെല്ലാം തിരുത്താൻ ഞാനിപ്പോ തയ്യാറാണ്. നല്ലത്. നിനക്കങ്ങനെ തോന്നിയത് തന്നെ ദൈവാനുഗ്രഹം. നീ എന്നാ തിരിച്ചു പോകുന്നത്? ഞാനിനി പോകുന്നില്ല അച്ചോ. അപ്പോൾ ഭാര്യയും പിള്ളേരും അവർ വിദേശത്തല്ലേ? അതെ അച്ചോ, എല്ലാ പ്രശ്നങ്ങളും പറഞ്ഞു തീർത്ത് അവരെയും കൊണ്ടുവരണം. ഇനിയുള്ള കാലം അപ്പൻ്റെയും കൂടെ ഉണ്ടാവണം. അവരെ ഞാൻ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട്. അതിനെല്ലാം എനിക്ക് പരിഹാരം ചെയ്യണം അച്ചോ. നിന്റെ തീരുമാനം വളരെ നല്ലത്. ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കാം കേട്ടോ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ അച്ചോ. എപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ചാച്ച, ഞാൻ നാളെ പോകുക. ചാച്ചൻ ഇവിടെ എങ്ങനെ തന്നെ നിൽക്കും? ചേട്ടായി ഇങ്ങനെ പെട്ടെന്ന് തിരിച്ചു പോകുമെന്ന് ഞാൻ ഒരിക്കലും ഓർത്തില്ല. ലക്ഷ്മിയോടും കൊച്ചിനോടും ഇവിടെ വന്ന് താമസിക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. മോളെ, ഞാനൊരു കാര്യം പറഞ്ഞ മോള് സമ്മതിക്കണം. എന്താ ചാച്ച? അവനും അവന്റെ കൊച്ചുങ്ങൾക്കും കൊടുക്കാൻ വേണ്ടി ഞാനും നിന്റെ അമ്മയും കൂടി ആരും അറിയാതെ ഒരു നിക്ഷേപം നടത്തി വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു 6 ഏക്കർ സ്ഥലം അങ്ങ് തൊടുപുഴയിലാ. ഇനിയിപ്പോ അതിന്റെ ആവശ്യമില്ല. അതിലൊരു 5 ഏക്കർ അത് നിന്റെ അനാഥ മന്ദിരത്തിലെ പിള്ളേർക്ക് വേണ്ടി ഞാൻ എഴുതി വെച്ചു കഴിഞ്ഞു. ബാക്കി 1 ഏക്കർ അത് ഇത്രയും നാൾ ഞങ്ങളെ നോക്കിയ ലക്ഷ്മിക്കും അവന്റെ മകനും വേണ്ടി ഞാൻ മാറ്റിവെച്ചേക്കുക. ബാക്കിയൊക്കെ അവനെടുത്തോട്ടെ. ചാച്ച, ചാച്ചന്റെ ഈ വലിയ മനസ്സ് അത് ചേട്ടായിക്ക് കിട്ടാതെ പോയല്ലോ. സ്നേഹം അതുമാത്രം നമുക്ക് പിടിച്ചു വാങ്ങാൻ പറ്റില്ലല്ലോ മോളെ. ശരിയാ ചാച്ച, അത് കൊടുക്കാനേ നമുക്ക് പറ്റൂ. ഞാൻ സുപ്പീരിയർ അമ്മയോട് പറയാം. എന്റെ ഒരാഗ്രഹം കൂടി മോള് സാധിച്ചു തരണം. എന്താ ചാച്ച? നിങ്ങളുടെ അനാഥ മന്ദിരത്തിൽ എനിക്കും കൂടി ഒരു മുറി തരുവോ മോളെ? അവളില്ലാതെ ഇവിടെ ഞാൻ ഒറ്റയ്ക്കായി പോയതുപോലെ. അപ്പച്ചൻ ഇനി ഒന്നുകൊണ്ടും വിഷമിക്കണ്ട കേട്ടോ. ഈ അനാഥാലയത്തിലുള്ളവരെല്ലാം അപ്പച്ചന്റെ സ്വന്തക്കാരാണെന്ന് ഓർത്താൽ മതി. വാ, അപ്പച്ചന്റെ മുറി കാണിച്ചു തരാം. എടി അന്നാമ്മേ, ഇപ്പോ എനിക്കൊരു സമാധാനമുണ്ട്. എല്ലാ ഉത്തരവാദിത്വവും ഇറക്കി വെച്ചപ്പോ. ഒരാൾ കാണാൻ വന്നിട്ടുണ്ട് കേട്ടോ.
ആ താനാണോ? എടോ, എവിടെയാ ഒപ്പിടേണ്ടത്? ബാക്കിയെല്ലാം താൻ ചെയ്താൽ മതി. ചെലവാകുന്നത് എന്താന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി, ഞാൻ തന്നോളാം. ശരി വർഗീസ് ചേട്ടാ, പേപ്പറൊക്കെ ശരിയാക്കിയിട്ട് ഞാൻ അറിയിക്കാം. ചാച്ചാ, ചേട്ടായി വന്നിട്ടുണ്ട്. അവനോ? അവനെന്തിനാ? വാ ചേട്ടായി. ചാച്ചാ, എന്തിനാടാ വന്നത്? നീ ചോദിച്ചതൊക്കെ നിന്റെ പേരിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. അല്ലെങ്കിലും നിനക്കുള്ളതായിരുന്നല്ലോ എല്ലാം. പിന്നെ എന്തിനാണ് നീ? ചാച്ച, ചാച്ച എന്നോട് ക്ഷമിക്കണം. കടം വാങ്ങി മടുത്തപ്പോഴാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചിന്തിച്ചു പോയത്. അതന്ന് പറയാനുള്ള ധൈര്യം എനിക്കുണ്ടായിരുന്നില്ല. അപ്പൊ നീ തിരിച്ചു പോയില്ലേ ഇതുവരെ? ഇല്ല ചാച്ച, എനിക്കിനി നിങ്ങൾ മാത്രമേ ഉള്ളൂ. മോനെ തോമസ് കുട്ടി, നീയാണ് മോനെ ഞങ്ങളെ ഉപേക്ഷിച്ചു പോയത്. ഞങ്ങളെപ്പോഴും നിന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. ചാച്ച വരണം വീട്ടിലേക്ക്. വരില്ല എന്ന് ഞാൻ പറയില്ല, പക്ഷെ ഇപ്പോഴില്ല. അതിന് നിന്റെ വീടാ, ഒരു പുതിയ ജീവിതം നിനക്ക് തുടങ്ങാനുള്ള നിന്റെ കൂടാരം. അവിടെ ഞങ്ങളെല്ലാവരും ഉണ്ട്. നീ അവിടെ ഒരു കുടുംബം കെട്ടുമ്പോഴേക്കും ഞാൻ തന്നെ വന്നോളാം. പിന്നെ ഒരു കാര്യം കൂടി നിന്നോട് ഞാൻ ആവശ്യപ്പെടുകയാണ്. പോകുന്ന വഴിക്ക് ആ പള്ളിയിൽ കയറി ഒന്ന് കുമ്പസാരിച്ചിട്ട് പോണം. ചാച്ചാ, നീ ഒന്ന് മടത്തിപ്പോകണമെന്ന് പറഞ്ഞ് വാശി പിടിച്ചു നിന്നപ്പോ ഞങ്ങളോർത്തു നിന്നെ ഞങ്ങൾക്ക് എന്നേക്കുമായി നഷ്ടപ്പെടുകയാണെന്ന്. പക്ഷേ ഇന്നാണ് നിന്റെ ഈ വിളി എത്ര മനോഹരമാണെന്ന് എനിക്ക് ബോധ്യമായത്. ഒരു സന്യാസിയുടെ മാതാപിതാക്കളാകുക എന്നാൽ അതൊരു ഭാഗ്യം തന്നെയാണ് മോളെ. ചാച്ചാ, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും എല്ലായ്പ്പോഴും സ്തുതിയായിരിക്കട്ടെ മോളെ. ചേരും കൊണ്ടേ മോഹിപ്പിക്കും പെണ്ണാണേ, മണിവാനത്താരം പെണ്ണിന്മയിൽ മിന്നാണേ. താരം വൻ നിന്നെ കണ്ടാൽ അമ്പും വില്ലും വച്ചേനെ, കതിരോനെ കണ്ണഞ്ചിക്കാൻ പോരും മച്ചാനേ. നെഞ്ചോരം